നമസ്കാരം. പഴയ ആലുവ മൂന്നാർ രാജപാത വനം വകുപ്പ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുവാനും കേസ് വിശദമായി പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുള്ളതായി മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചു. ആലുവ മൂന്നാർ രാജപാതയുമായി ബന്ധപ്പെട്ട് അഭിവന്ദ്യ മാർ ജോർജ് പുന്നേക്കാട്ടിൽ പിതാവിനും മണ്ഡലത്തിലെ MLA ആയ തനിക്കും ഇടുക്കി MP-ക്കും മറ്റ് ജനപ്രതിനിധികൾക്കും വൈദികർക്കും പൊതുപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കുമെതിരായി വനംവകുപ്പ് എടുത്തിട്ടുള്ള എല്ലാ നിയമ നടപടികളും പിൻവലിക്കണമെന്നും പഴയ ആലുവ മൂന്നാർ റോഡ് പൊതുജനങ്ങൾക്ക് യാത്രക്കായി തുറന്നു നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആന്റണി ജോൺ MLA നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷന് മറുപടിയായിട്ടാണ് മന്ത്രി ഇക്കാര്യം സഭയിൽ വ്യക്തമാക്കിയത്. സബ്മിഷനിൽ പരാമർശിക്കുന്ന പേരിലുള്ളതും പൊതുജനങ്ങൾ ഉപയോഗിക്കുന്നതുമായ ഒരു റോഡ് മലയാറ്റൂർ റിസർവ് വനത്തിനുള്ളിൽ നിലവിലില്ലാത്തതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഹൈക്കോടതി മുമ്പാകെ കേസുകൾ നിലവിലുള്ളതും അത് കോടതിയുടെ പരിഗണനയിലുള്ളതുമാണ്. ആലുവയിൽ നിന്നും മൂന്നാറിലേക്ക് നിലവിൽ നേരുമംഗലം അടിമാലി വഴി നാഷണൽ ഹൈവേ ഉള്ളതാണ്. കൂടാതെ കുറത്തിക്കുടി നിവാസികൾക്ക് നിലവിൽ പെരുമ്പൻകുത്ത് വഴി മാങ്കുളത്തേക്കും ആവൂർകുട്ടി വഴി നേരുമംഗലത്തേക്കും പോകാൻ അനുമതിയുള്ളതാണ്. ആലുവ മൂന്നാർ രാജപാത എന്നവകാശപ്പെടുന്ന പ്രദേശം നിബിഡ വനവും ആന മുതലായ വന്യജീവികളുടെ ആവാസ മേഖലയുമാണ്. ഇപ്രകാരം ഒരു പാത നിലവിൽ വരുന്നത് പ്രദേശത്തെ മനുഷ്യ വന്യജീവി സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നതാണ്. മേൽപ്പറഞ്ഞ പ്രകാരം ഒരു പാത അനുവദിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് 16/3/2025 രാവിലെ 10 മണിയോടെ ഡീൻ കുര്യാക്കോസ് MP, ആന്റണി ജോൺ MLA എന്നിവരടക്കമുള്ള ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പൂയംകുട്ടി ഭാഗത്ത് പൊതുയോഗം നടത്തുകയും റിസർവ് വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. MP, MLA, മറ്റ് ജനപ്രതിനിധികൾ എന്നിവരെ വനംവകുപ്പ് വക വാഹനത്തിൽ സുരക്ഷിതമായ സന്ദർശനത്തിന് സൗകര്യം ഏർപ്പെടുത്താം എന്നറിയിച്ചിട്ടും അത് അംഗീകരിക്കാതെ വൻ ജനാവലിയോടൊപ്പം ബലമായി റിസർവ് വനത്തിനുള്ളിലേക്ക് അതിക്രമിച്ച് കടക്കുകയും സമരത്തിൽ പങ്കെടുത്ത കുറച്ചു പേർ ചേർന്ന് വനാതിർത്തിയിൽ വനസംരക്ഷണത്തിനായി സ്ഥാപിച്ചിരുന്ന ക്രോസ് ബാർ, ചെയിൻ ഗേറ്റ് എന്നിവ തകർക്കുകയും വനപാതയിൽ പാർക്ക് ചെയ്തിരുന്ന ഫോറസ്റ്റ് വാഹനത്തിന്റെ കണ്ണാടിച്ചില്ല് അടിച്ചു തകർക്കുകയും ചെയ്തു. വനത്തിനുള്ളിൽ അതിക്രമിച്ച് കയറിയതിന് ഇവർക്കെതിരെ കേരള വനനിയമം അനുസരിച്ച് MP, MLA എന്നിവരെയും മറ്റ് ജനപ്രതിനിധികളെയും വൈദികരെയും സമരസമിതി നേതാക്കളെയും പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. വനംവകുപ്പ് ജീവനക്കാരുടെ ഭാഗത്ത് നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുവാനും കേസ് വിശദമായി പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുള്ളതായി മന്ത്രി സബ്മിഷന് മറുപടിയായി നിയമസഭയിൽ അറിയിച്ചു. നേരത്തെ തന്നെ A. രാജ MLA-യും ഈ കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഈ വിഷയത്തിൽ നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുക മാത്രമാണ് വനംവകുപ്പ് ചെയ്തിട്ടുള്ളതെന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. ഇവരുടെ ഭാഗത്തു നിന്നും നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആയത് പരിശോധിക്കാനും കേസ് വിശദമായി പരിശോധിച്ച് ആവശ്യമായ തുടർച്ച നടപടികൾ സ്വീകരിക്കാനും